ഈ സദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും ഒക്കെ ഒരു രീതിയുണ്ട്. ശരിക്കും വാഴയില നമുക്കറിയാം, അത് തുമ്പ് ഭാഗം ഇടതുവശം ആണ് ഇലയിടേണ്ടത്. പപ്പടം, ഉപ്പ്, പഴം, ശർക്കര വരട്ടി, ചിപ്സ് വയ്ക്കുക. അവിടെ നിന്ന് തൊട്ടാണ് തുടങ്ങുക. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, അച്ചാർ, പിന്നെ ഓലൻ, കൂട്ടുകറി, മധ്യഭാഗത്ത് അവിയൽ വരിക, തോരൻ, അങ്ങനെയൊക്കെയുള്ള കറികൾ ഇങ്ങനെ കൃത്യമായിട്ട് അത് 9 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 11 ഒറ്റ സംഖ്യയിലാണ് ഈ തൊടുകറികൾ ഉണ്ടാക്കേണ്ടത്. ഒരു ഗസ്റ്റ് അതിഥി വന്ന് ഇരുന്നതിന് ശേഷം ചോറ് വിളമ്പുക. ചോറിന് മേലെ പരിപ്പ്, അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് കോഴ്സായിട്ട് പപ്പടം എടുത്ത് പൊട്ടിച്ച് ഇപ്പോൾ പകുതി കഴിച്ച് തീരുമ്പോൾ തന്നെ സാമ്പാർ എത്തണമെന്നാണ്. മുഴുവൻ ചോറ് പരിപ്പുമായിട്ട് കഴിച്ചാൽ പോലും രണ്ടാമത് ചോറ് ഇടുകയോ അല്ലെങ്കിൽ ബാക്കി വരുന്ന ചോറിനകത്ത് സാമ്പാറും കൂട്ടി ചോറ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട തൊടുകറികൾ കഴിക്കുക. അഥവാ ചോറ് ബാക്കിയുണ്ടെങ്കിൽ സൈഡിലേക്ക് മാറ്റി വയ്ക്കുമ്പോഴാണ് പായസം കഴിക്കേണ്ടത്. അടപ്രഥമനാണെങ്കിൽ അടപ്രഥമനോടൊപ്പം പഴവും പപ്പടവും കൂടെ ബാക്കിയുണ്ടെങ്കിൽ ആദ്യം കൂട്ടി കഴിക്കുന്നു. ആ പഴവർഗ്ഗത്തിൻ്റെ പായസമാണെങ്കിൽ അത് കഴിക്കാം. പിന്നീടാണ് പാൽപ്പായസം വരിക. അല്ലെങ്കിൽ വെർമിസലി പായസമോ പാലടയോ ഒക്കെ ആണെങ്കിൽ ബോളി ഉണ്ടെങ്കിൽ ബോളി